ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഈ ഒരു ഡിസൈനാണ് എൻ്റെ സ്ലീവിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന ഡിസൈനാണ്. അപ്പോൾ ആദ്യം ഞാൻ അറ്റത്ത് ലൈസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ഡിസൈനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്തും ലൈസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് നമ്മളൊരു ചെറിയ ഡിസൈൻ കൊടുക്കാൻ പോകണം. അപ്പോൾ അവിടെ ഗോൾഡൻ കളറല്ല ആൻറ്റി കളറ് 2 ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരെണ്ണം ചെരിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മറ്റേത് ചെരിച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഈ പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിര മൊത്തം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണ്. ദെൻ അതിൻ്റെ ആ ഡിസൈനിൽ ഗ്യാപ്പ് വരുന്ന ആ പോർഷനിലൊക്കെ ഒരു ഷുഗർ ബീഡ്, ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നോർമൽ ഇടയിൽ വെച്ച് ചെയ്യുമ്പോൾ ഓരോ മുത്തും 2 വട്ടം സെക്യൂർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ഈ കാണുന്ന പോർഷനിലൊക്കെ സെൻറ്ററിലുള്ള ഫ്ലവറിൻ്റെ താഴെയും പിന്നെ സൈഡിൽ 2 സൈഡിലും ഇങ്ങനെ ഓരോ കുന്തൻ സ്റ്റോൺസ്, സ്ക്വയറിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ചുറ്റും ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡിൽ ഒരു 7 മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സൂചി വെച്ചിട്ട് ആ മുത്തുകളൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എതളിൻ്റെ ഷേപ്പിൽ ഗോൾഡൻ കളർ ബീഡ്സ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും സെയിം മുത്തന്നെ സെയിം പോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം കഴിഞ്ഞ് വരുമ്പോൾ ഒരു എതളിൻ്റെ പോലെ നമുക്ക് തോന്നും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ലൈൻ ഉള്ളിടത്ത് കൂടെയൊക്കെ ഗോൾഡൻ കളറിൻ്റെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 2 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ വേഗം ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓരോരോ മുത്തങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ എനിക്ക് പൊതുവെ മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് 2 ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈൻ മൊത്തം ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡിസൈൻസ് നമ്മൾ ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 4 ഒക്കെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നൂല് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് ചെരിച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അടുത്ത ലൈൻ 4 അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ചെരിച്ച് വയ്ക്കുക. വീണ്ടും ഒരു ലൈൻ ഇതേപോലെ താഴെ ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ലീഫ് കിട്ടും. അപ്പോൾ ഇതിൽ മൊത്തം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി കളേഴ്സിലുള്ള മുത്തുകളാണ് കേട്ടോ. ആൻറ്റി കളർ, ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എല്ലാ ലീഫും നമ്മൾ അങ്ങനെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെൻറ്ററിൽ വരുന്ന റൗണ്ട് പോർഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വൈറ്റ് കളർ പേൾ എടുത്തിട്ട് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് ഗോൾഡൻ കളർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഗോൾഡൻ കളർ ബീഡ്സ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നു. അതിനിടയ്ക്കിടയ്ക്കുള്ള ഓരോ മുത്തുകളും നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റൗണ്ടിന് ചുറ്റും നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോകണം. അപ്പം ആദ്യം ഒരു ഗ്രീൻ കളർ ഷുഗർ ബീഡ്, പിന്നെ ഒരു വൈറ്റ് കളർ പേൾ, നടുവിൽ വെച്ച പേളിനെക്കാട്ടിലും കുറച്ച് ചെറിയ പേളാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ്, ഇത്രയും മുത്തുകൾ ഒരു 5 മുത്ത് എടുത്തിട്ട് നമ്മൾ നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് വെച്ച് സെക്യൂർ ചെയ്യാം. ഇത് തന്നെയാണ് ഇതിന് ചുറ്റും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിനെ മൊത്തം ചുറ്റും ഇങ്ങോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 3 ഗ്രീൻ കളർ ബീഡ്, പിന്നെ ഒരു വൈറ്റ് പേൾ, പിന്നെ ഒരു ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡിൽ വെച്ചു, ദെൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുകയാണ്. ഇങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4 സൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ 2 സൈഡും ചെയ്തു. ഇനി ഈ സൈഡ് അതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൊത്തം ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നടുവിലൊരു വൈറ്റ് കളർ പേൾ വെച്ച് കൊടുക്കുന്നു. അതിന് ചുറ്റും ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ഒരു 9 എടുത്തിട്ട് നമ്മളൊരു റൗണ്ട് പോലെ അതിൻ്റെ ആ ഒരു വൈറ്റിൻ്റെ ചുറ്റും റൗണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കളർ 2 ബീഡ്സ് എടുക്കുക, അതും ഇതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 ബീഡ്, ഒരു വൈറ്റ് ഷുഗർ ബീഡ് എന്നുള്ള രീതിയിൽ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കുട്ടി ഫ്ലവർ അവിടെ നിൽക്കും. അപ്പോൾ എല്ലാ റൗണ്ട്സും നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി സൈഡിലുള്ള ഈ ഒരു ഫ്ലവർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നടുവിൽ ആദ്യം ഒരു വൈറ്റ് കളർ പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഒരു റൗണ്ട് ആക്കിയിട്ട് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ പുറമെ ഗ്രീൻ കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് വീണ്ടും ഒരു റൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളറിൻ്റെ ഒരു ഔട്ടർ ലൈനായിട്ട് നമ്മൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ വെറുതെ റൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു വൈറ്റ് പേൾ നടുവിൽ വെച്ചു, പിന്നെ അതിൻ്റെ പുറത്ത് ആൻറ്റി കളറ് ബീഡ്സ് റൗണ്ടാക്കി വെച്ച് ചെയ്തെടുത്തു. അതിൻ്റെ പുറമെ ഗ്രീൻ കളർ കൊണ്ട് ഒരു റൗണ്ട് കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് എന്താണ് ഒരു ആൻറ്റി കളർ കൊണ്ടുകൂടെ നമ്മളൊരു റൗണ്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഈ മേലത്തെ ഡിസൈൻ്റെയും താഴത്തെ ഡിസൈനിൻ്റെയും സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതേ ഡിസൈനാണ് ബാക്കിയുള്ളടത്തൊക്കെ ചെയ്യുന്നത്. സ്പ്രെഡിങ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ഐറ്റംസ് തന്നെയാണ്. ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ ഗ്രീൻ കളർ ഷുഗർ ബീഡ്സ്. ഓക്കെ, അതുകൊണ്ടൊരു സ്പ്രെഡിങ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ നേരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷുഗർ ബീഡ്സ് വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയറായിട്ട് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് 2 ഒരു വി ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ നടുവിലൊരു ഷുഗർ ബീഡ്സ് വെക്കുന്നുണ്ട്. അടുത്തൊരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത് നടുവിലൊരു ഷുഗർ ബീഡ്, അതിൻ്റെ ചുറ്റും ഗ്രീൻ കളറ് ചെറിയൊരു റൗണ്ട്. ഇത്രയാണ് നമ്മൾ അവിടെ ഇവിടെയായിട്ട് ഈ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്യാപ്പുള്ള പോർഷൻ മുഴുവൻ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഹാൻഡിലുള്ള പോർഷൻ മുഴുവൻ
അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സ്ലീവിൻ്റെ എൻഡിലുള്ള ഡിസൈൻ, ഒരു ബോർഡർ ഡിസൈൻ. മൊത്തത്തിൽ നമ്മളൊരു ആൻറ്റിക് ടച്ചിലാണ് ഈ ഡിസൈൻ മുഴുവൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക.